അങ്ങനെ നാലാമത്തെ ടിക്കറ്റ് ഫിനാലെ ടാസ്കിൽ ജിൻഡോയാണ് ജയിച്ചിരിക്കുന്നത്. പക്ഷേ ലീഡിൽ അഭിഷേക് തന്നെയാണ്. ഞാൻ കുറച്ചു നേരം മുമ്പ് ഒരു വീഡിയോ ഇട്ടിരുന്നു, ശ്രീതു ജയിച്ചു എന്ന് പറഞ്ഞിട്ട്. ഇന്നലെ രാത്രി ഒരു വീഡിയോ ഇട്ടിരുന്നു, അഭിഷേകാണ് ലീഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട്. ഓരോ ടാസ്ക് കഴിയുമ്പോഴും അല്ലെങ്കിൽ ഓരോന്നും രണ്ടും മൂന്നും ടാസ്കുകൾ കഴിയുമ്പോഴാണ് കാര്യങ്ങൾ കിട്ടുന്നത്. അല്ലാതെ അതിനകത്ത് പോയി കുത്തി തോണ്ടി എടുക്കാൻ പറ്റുന്ന സംഭവമല്ല. വിവരങ്ങൾ വളരെ കഷ്ടപ്പെട്ടാണ് കിട്ടുന്നത്. അപ്പം ഓരോ ടാസ്ക് കഴിയുമ്പോൾ ഉള്ള പോയിന്റുകളാണ് ഞാൻ പറയുന്നത്. അപ്പം ഇത് മാറ്റി 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 പറയുന്നതല്ല, ഓരോ ടാസ്ക് കഴിയുമ്പോഴും പോയിന്റ് മാറും. പക്ഷെ നമ്മൾ പറഞ്ഞ പോയിന്റിലോട്ട് ഇപ്പോൾ ഒരാളും കൂടി എത്തിയിരിക്കുകയാണ്. ഒരാളും കൂടി നമ്മൾ പറഞ്ഞ പോയിന്റിലെത്തി. ഓരോ ടാസ്ക് കഴിയുമ്പോഴും നമ്മൾ പറയുന്നതിൽ ഓരോരുത്തരും ഇതേ ആ പോയിന്റുകളിലേക്ക് എത്തത്തുള്ളൂ. കാരണം ഞാൻ പറയുന്നത് ഇന്നലെ രാത്രിയിലത്തെ സംഭവമാണ്. ഇന്നലെ എനിക്ക് കിട്ടിയ വിവരം ഞാൻ അപ്പോൾ വന്ന് പറഞ്ഞു. അത് അപ്പം നടക്കുന്ന സംഭവമാണ്. അതിനുശേഷം ഇന്ന് രാവിലെ ആ കാര്യം മാറി. അപ്പം അതുകൊണ്ടാണ് വന്ന് പറഞ്ഞത്. ഇപ്പം നോക്കിക്കേ, ഇന്നലെ രാത്രി നമ്മൾ പറഞ്ഞ സംഭവത്തിലോട്ട് എത്തുന്നതേ ഉള്ളൂ ലൈവിൽ. അപ്പോൾ പറയുന്നതെല്ലാം വരും. ക്ഷമയോടെ നിങ്ങൾ ഇരുന്നാൽ മാത്രമേ അത് കാണാൻ പറ്റത്തുള്ളൂ. അല്ലാതെ അത് ഫേക്ക് അല്ല. ഞാൻ ഇടുന്ന സാധനം അഭിഷേകിന് 11 പോയിന്റ് ആണെന്ന് പറഞ്ഞിരുന്നു. അത് ഇന്നലെ രാത്രിയാണ് ഞാൻ വന്ന് പറഞ്ഞിരുന്നത്. ആ സമയമാകുമ്പോൾ 11 ആവും. അത് നമുക്ക് നോക്കാം. ഇപ്പം 10 ആയി. ജാസ്മിൻ ഇന്നലെ ഞാൻ രാത്രി പറഞ്ഞപ്പോൾ 2 പോയിന്റ് ആയിരുന്നു. ഇപ്പോൾ അതേ ലൈവിൽ 2 ആയി. ചിലപ്പോൾ അടുത്ത ടാസ്കിലൊക്കെ 0 ആയിരിക്കും. അതായിരിക്കും രാത്രിയായിട്ടും 2-ൽ തന്നെ നിന്നത്. ജിൻഡോയ്ക്ക് ഞാൻ ഇന്നലെ 4 പോയിന്റ് പറഞ്ഞു. 3 പോയിന്റ് ആയി ജിൻഡോയ്ക്ക്. ഒന്നും കൂടി കിട്ടിക്കഴിഞ്ഞാൽ ജിൻഡോയ്ക്ക് 4 ആവും. അത് ചിലപ്പോൾ അടുത്ത ടാസ്കിലായിരിക്കും കിട്ടുന്നത്. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? ബുദ്ധിയുള്ളവരെന്ന് മനസ്സിലാക്കുക. അത് ഓരോ ടാസ്ക് കഴിയുമ്പോഴും പോയിന്റ് മാറിക്കൊണ്ടിരിക്കും. എനിക്ക് കിട്ടുന്ന വിവരമാണ് ഞാൻ അപ്പോൾ നിങ്ങളോട് പോയിന്റ് മാറി, ഈ ടാസ്കിൽ ആളുകൾ ഇന്ന ആളെ ജയിച്ചു, പക്ഷെ മുന്നിൽ ഇയാളാണ് എന്നൊന്നും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ വൈകിപ്പിക്കേണ്ട, തുടങ്ങാം. ലൈവിൽ എന്താ നടക്കുന്നതെന്ന് പറയാം. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യം കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ടാസ്ക് 4 ചാഞ്ചാട്ടം. ഇന്നലെ പ്രൊമോ കണ്ടപ്പോൾ ഞാൻ വന്ന് നിങ്ങളടുത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിരുന്നു. സെയിം അതേ സംഭവം തന്നെയാണ്. 2 പേർക്ക് ഒരേ സമയം മത്സരിക്കാം. തൊട്ടിൽ പോലെ ഒരു റെക്ടാങ്കുലർ പ്രതലം ഉണ്ട്, അതിനകത്ത് കയറുണ്ട്. ആ കയർ പിടിച്ച് ആദ്യം ഇതിനെ നേരെ ഒരു ബാലൻസ് ചെയ്ത് നിർത്തണം. 2 പെഡസ്റ്റൽസ് ഉണ്ട്. ആദ്യം ഈ തൊട്ടിലിൻ്റെ തൊട്ട് പിറകിലായി ഒരു പെഡസ്റ്റലും അതിൻ്റെ കുറച്ച് പിറകിലായി ഒരു പെഡസ്റ്റലും. കയറ് തുടക്കത്തിൽ നിന്നും വലിച്ചു പിടിച്ച് ബാലൻസ് ചെയ്ത് ഈ റെക്ടാങ്കുലർ പ്ലേറ്റ് മറിയാതെ വന്ന് നേരെ നിന്ന് പെഡസ്റ്റലിൻ്റെ അവിടെ വന്ന് ഒരു കട്ട എടുത്ത് വീണ്ടും കയറിനെ പിടിച്ചുകൊണ്ട് പോയി അവിടെ 2 റെഡ് ലൈൻ ഇട്ട് വെച്ചിട്ടുണ്ട് റെക്ടാങ്കുലർ പ്രതലത്തിനകത്ത്. അതിനകത്ത് ലംബനെ, അതായത് വെർട്ടിക്കലി ഇതിനെങ്ങനെ നിർത്തണം, ഈ കട്ട നിർത്തണം. ഈ കട്ട വീഴാതെ വീണ്ടും ആ കയറിൽ പിടിച്ച് ബാലൻസ് ചെയ്ത് വന്ന് അടുത്ത കട്ട എടുത്തുകൊണ്ടുപോയി വെക്കണം. ഇത് എത്തി മെലിഞ്ഞൊന്നും എടുക്കാൻ പാടത്തില്ല. പോയിന്റുകളുണ്ട്. ആ പോയിന്റുകളിൽ നിന്നും എടുത്തുകൊണ്ട് വയ്ക്കണം. മാക്സിമം നമ്പർ ഓഫ് കട്ടകൾ 3 മിനിറ്റ് സമയത്തിനകത്ത് കളക്ട് ചെയ്യുന്ന, കൂടുതൽ കട്ട കുറച്ച് സമയത്തിനകം കളക്ട് ചെയ്യുന്ന ആരാണോ അവരാണ് ഈ ടാസ്കിൽ ജയിക്കുന്നത്. അങ്ങനെയാണ് ഈ ടാസ്ക്. ഓക്കെ, അപ്പം ഈ കട്ട തറയിൽ വീണ് കഴിഞ്ഞാൽ നമ്മൾ ഔട്ടാവും. അങ്ങനെ ആദ്യം നോറയും അർജുനാണ് പോകുന്നത്. പക്ഷേ എനിക്ക് അതിനകത്തൊരു അൺഫെയർ തോന്നി. എപ്പോഴും നോറയും അർജുൻ ആദ്യം തള്ളിക്കാറിക്കൊണ്ട് പോകുന്നതിൻ്റെ കാര്യം എന്താണ്? അവർക്ക് ഏതെങ്കിലും ഒരു ടാസ്കെങ്കിലും ജയിക്കണമെങ്കിൽ അവർ മാറി നിന്ന് കഴിഞ്ഞാലേ പറ്റത്തുള്ളൂ. ആദ്യം 1-2 പേര് പോയിട്ട് അവർക്ക് പിന്നെ പോയി. ഇത് എപ്പോഴും അവർ തന്നെ പോകുന്നതിൻ്റെ കാര്യമില്ല. ഞാൻ പറയുന്ന പോയിന്റുകൾ കൂടുതൽ കിട്ടുന്ന ആളുകളെ ഇവർ പറഞ്ഞു വിടണം. ആരായി കഴിഞ്ഞാൽ ഇപ്പോൾ അഭിഷേകിനെ ടാർഗറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ആർക്കാണോ കഴിഞ്ഞ ടാസ്കിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടിയത് അവരെ പറഞ്ഞു വിടണം. അതായത് അവരെ തളർത്തി ബാക്കിയുള്ളവർക്ക് കയറി വരാൻ ഒരവസരമാവും. ടിക്കറ്റ് ഫിനാലെ എന്ന് പറയുമ്പോൾ സ്റ്റെബിലിറ്റി ആയിട്ട് സ്റ്റേബിൾ ആയിട്ട് ഒരാൾ തന്നെ അങ്ങ് പോകണമെന്നല്ല. മാറി 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 വരുമ്പോഴേ അതിന് ത്രില്ലുള്ളൂ. ഇപ്പോൾ അഭിഷേകാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. അങ്ങനെ നോറ 2 മിനിറ്റും 11 സെക്കൻഡും കൊണ്ട് 3 കട്ടകൾ അടുക്കി വയ്ക്കുവാണ്. അർജുൻ കട്ടകളൊക്കെ അടുക്കുന്നു. പക്ഷേ അവസാനം അർജുൻ്റെ കയ്യിൽ നിന്ന് പോയി ഇതെല്ലാം കൂടെ അങ്ങ് താഴെ വീഴുന്നതുകൊണ്ട് അർജുൻ ഔട്ടാവുന്നു. ഋഷി 2 മിനിറ്റും 52 സെക്കൻഡും കൊണ്ട് 4 എണ്ണം വയ്ക്കുകയാണ്. നന്ദന 2 മിനിറ്റും 30 സെക്കൻഡും കൊണ്ട് 4 എണ്ണം വയ്ക്കുന്നു. സിജോ 1 മിനിറ്റും 23 സെക്കൻഡും കൊണ്ട് 4 എണ്ണം വയ്ക്കുന്നു. സായിയുടേത് വെച്ചിട്ട് അവസാനം മറിഞ്ഞു വീഴുന്നു. മൊത്തം മറിഞ്ഞു വീഴുന്നതുകൊണ്ട് സായിക്കും പോയിന്റ് ഒന്നും ഇല്ല. ജിൻഡോ കട്ടയൊന്നുമില്ല. ജിൻഡോ 2 മിനിറ്റും 35 സെക്കൻഡും കൊണ്ട് 5 എണ്ണം വയ്ക്കുന്നു. അത് 5 എണ്ണം വയ്ക്കുന്നു. അഭിഷേക്, അതായത് 4 എണ്ണം ആദ്യത്തെ പെഡസ്റ്റലും 4 എണ്ണം പുറകിലത്തെ പെഡസ്റ്റലിലുമാണ് ഇരിക്കുന്നത്. അപ്പോൾ ജിൻഡോ 2ാമത്തെ റൗണ്ട് വരെ എത്തി. അഭിഷേക് വെറും 55 സെക്കൻഡ് കൊണ്ട് മാത്രം 4 എണ്ണം വയ്ക്കുന്നു. ശ്രീതു 2 മിനിറ്റും 48 സെക്കൻഡും കൊണ്ട് 3 എണ്ണം വയ്ക്കുന്നു. ജാസ്മിൻ 1 മിനിറ്റും 12 സെക്കൻഡും കൊണ്ട് 4 എണ്ണം വയ്ക്കുന്നു. അപ്പോൾ ഇങ്ങനെയാണ് കണക്ക്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ കട്ടകൾ വെച്ചിട്ടുള്ളത് ജിൻഡോയാണ്, 5 കട്ട. അപ്പോൾ ആ 5 കട്ട വെച്ചിരിക്കുന്നത് 2 മിനിറ്റ് 35 സെക്കൻഡും കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 5 കട്ടകൾ വെച്ചിട്ടുള്ള ജിൻഡോ 3 മിനിറ്റ് ടോട്ടൽ സമയത്തിനകത്ത് 2 മിനിറ്റ് 35 സെക്കൻഡും കൊണ്ട് ജിൻഡോ വെച്ചത് കൊണ്ട് ജിൻഡോയ്ക്കാണ് 3 പോയിന്റ് കിട്ടുന്നത്. പിന്നെ അടുത്ത 4 കട്ട വെച്ചവരാണ്. 4 കട്ട വെച്ചിരിക്കുന്നത് ഋഷി, നന്ദന,
പിന്നെ അഭിഷേക്, ജാസ്മിൻ, ഇവർ 4 പേര്, സിജോ, ഇവർ 5 പേര് 4 ഘട്ട വീതം വെച്ചു. ഇതിനകത്ത് ഏറ്റവും കുറച്ച് സമയം എടുത്ത് വെച്ചത് ജാസ്മിനാണ്. 1 മിനിറ്റും 12 സെക്കൻഡ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ജാസ്മിന് 2 പോയിന്റ് കിട്ടും. അല്ല, ഏറ്റവും കുറച്ച് സമയം എടുത്തത് അഭിഷേകാണ്. അപ്പോൾ അഭിഷേകിന് 55 സെക്കൻഡ് കൊണ്ട് മാത്രം 4 ഘട്ടം വെച്ചു. അതുകൊണ്ട് അഭിഷേകിന് 2 പോയിന്റ് കിട്ടുന്നു. തൊട്ട് താഴെ ജാസ്മിനാണ് നിൽക്കുന്നത്. 1 മിനിറ്റും 12 സെക്കൻഡ് കൊണ്ട് മാത്രം 4 ഘട്ടം വെച്ചു. അങ്ങനെ ജാസ്മിന് 1 പോയിന്റ് കിട്ടുന്നു. അപ്പോൾ ജിൻഡോയ്ക്ക് 3 പോയിന്റ്, അഭിഷേകിന് 2 പോയിന്റ്, ജാസ്മിന് 1 പോയിന്റ്. ബാക്കി ഋഷിയും നന്ദനയും സിജോയും ഒക്കെ 4 ഘട്ടങ്ങൾ വീതം വെച്ചെങ്കിലും ടൈം ഡ്യൂറേഷൻ കൂടി പോയതുകൊണ്ട് അവരുടെയൊക്കെ ക്യാൻസൽ ആവുന്നു. അതിൻ്റെ താഴെ നിൽക്കുന്നവരുടെ ഓട്ടോമാറ്റിക് ക്യാൻസൽ ആയി പോകുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഈ ടാസ്ക് 4 കഴിഞ്ഞപ്പോൾ ഉള്ള പോയിന്റ്സിൻ്റെ നിലവാരം. ഇപ്പോൾ ടോട്ടൽ പോയിന്റ്സ് അഭിഷേകിന് 10 പോയിന്റ്, സായിക്ക് 5 പോയിന്റ്, ജിൻഡോയ്ക്ക് 3 പോയിന്റ്, അർജുൻ, ജാസ്മിൻ, ഋഷി ഇവർക്ക് 3 പേർക്കും ഈ 2 പോയിന്റുകൾ വീതം, സിജോയ്ക്ക് 1 പോയിന്റ്. ഇങ്ങനെയാണ് ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത്. വേറെ ആർക്കും പോയിന്റ് ഇല്ല. വേറെ നന്ദനയ്ക്ക് പോയിന്റ് വന്നിട്ടില്ല, നോറയ്ക്ക് പോയിന്റ് വന്നിട്ടില്ല, പിന്നെ ശ്രീധുവിന് പോയിന്റ് വന്നിട്ടില്ല. ബാക്കിയുള്ളവർക്കൊക്കെ പോയിന്റുകളുണ്ട്. ഇന്നലെ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു നോറ, ശ്രീധു ഇവർക്കൊന്നും പോയിന്റ് വന്നിട്ടില്ല. നന്ദന, നോറ, ശ്രീധു ഇവർക്ക് 3 പേർക്കും പോയിന്റ് വന്നിട്ടില്ല എന്ന് ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞിരുന്നു. ഓർമ്മയുണ്ടോ? ഇപ്പോഴും ആ ലെവലിൽ തന്നെയാണ് നിൽക്കുന്നത്. അടുത്തെന്തെങ്കിലും അപ്ഡേറ്റ് അറിയുവാണെങ്കിൽ ഞാൻ അതുകൊണ്ട് വരാം, അറിയിച്ചുകൊണ്ട്. അത് അറിയുവാണെങ്കിൽ ഞാനത് അറിയിക്കാം. പക്ഷേ ഇത് സത്യം പറഞ്ഞാൽ ടിക്കറ്റ് ഫിനാലേക്കകത്ത് നമുക്കൊരു കഴിഞ്ഞ തവണത്തെ പോലെ ഒരു ഇൻട്രസ്റ്റ് വരുന്നില്ല. കഴിഞ്ഞ തവണ എൻഡുറൻസ് ടാസ്ക് ആയിരുന്നെങ്കിലും ഒത്തിരി ടൈം എടുക്കുന്ന ടാസ്ക്കാണ്. നമ്മൾ ബോറടിച്ച് കണ്ടുകൊണ്ടിരുന്നു രാവിലെ മുതൽ രാത്രി വരെ. എന്നിരുന്നാലും ഓരോ ടാസ്ക് കഴിയുമ്പോഴും അതിനകത്ത് മാറി 1 പോയിന്റ് വ്യത്യാസത്തിൽ, 2 പോയിന്റ് വ്യത്യാസത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വന്ന് ഏതാണ്ട് ഒരു 6-7 ടാസ്ക് കഴിയപ്പോഴാണ് നാദ്രയുടെ കേസ് നമുക്കൊരു ഉറപ്പ് വന്നു തുടങ്ങി. നാദ്ര തന്നെ ജയിക്കും എന്നൊരു ലെവല്. പക്ഷേ ഇത്തവണ അങ്ങനെയല്ല. കാരണം അഭിഷേക് തന്നെ ലീഡ് ചെയ്യുവാണ്. അപ്പോൾ അത് മറികടക്കാനായിട്ട് ആരും അങ്ങോട്ട് വരുന്നില്ല. അതിപ്പോൾ അഭിഷേകിൻ്റെ അടുത്തുള്ള വേറെ ഒന്നും കൊണ്ട് പറയുന്നില്ല. അത് മറികടന്ന് ഇപ്പോൾ അഭിഷേകിൻ്റെ തൊട്ട് മുകളിൽ സായി ആയാലും അർജുനായാലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കളിക്കുമ്പോഴേ, അല്ലെങ്കിൽ കളിച്ച് കയറി വരുമ്പോഴേ നമുക്ക് ആര് കയറും, അവർ കയറും, ഇവർ കയറോ, അങ്ങനെ പോകും, ഇങ്ങനെ പോകുന്നൊക്കെയുള്ള ഒരു തോട്ട് വരുള്ളൂ. ഇതിപ്പോൾ നമ്മൾ ഏതാണ്ട് നമ്മൾ ഉറപ്പിച്ച് അഭിഷേക് തൂത്തുവാരും ആ ലെവലിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ലെവലൊന്ന് മാറണമെന്നുണ്ടെങ്കിൽ ബാക്കി കണ്ടസ്റ്റൻസ് തന്നെ വിചാരിക്കണം. ഇപ്പം ഇപ്പോഴത്തെ ലെവൽ വെച്ച് പോകാനാണെങ്കിൽ 4 എണ്ണം കഴിഞ്ഞു. ഇനി ചിലപ്പോൾ ഒരു 6 ടാസ്കും കൂടെ കാണും. ഈ 6 എണ്ണത്തിൽ ഇനി എന്തെങ്കിലും ട്വിസ്റ്റുകൾ വരുന്നെങ്കിലോ ഏതെങ്കിലും ഒരു ടാസ്കിൽ 10 പോയിന്റ് കൊടുക്കുന്നതല്ലോ വരുന്നെങ്കിലൊക്കെ ആണെങ്കിൽ കളി മാറും. ചിലപ്പോൾ ഇൻഡ്യൂറൻസ് ടാസ്ക് വരുമ്പോൾ കളി മൊത്തത്തിൽ ചേഞ്ച് ആവും. 10 പോയിന്റ് വെച്ച് കൊടുക്കും, പറയാൻ പറ്റത്തില്ല. ഇപ്പം 3 പോയിന്റ് വെച്ച് കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ 10 പോയിന്റ് വെച്ച് കൊടുക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ 10 പോയിന്റ് വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കളി വീണ്ടും മാറും. നോക്കാം. നമുക്ക് അടുത്ത ലൈവ് അപ്ഡേറ്റുകളും വിശേഷങ്ങളുമായിട്ട് വരാം. അടുത്ത ടിക്കറ്റ് ഫിനാലയുടെ ടാസ്ക് കുറച്ച് കഴിയുമ്പോൾ കാണും. അതിൻ്റെ അപ്ഡേറ്റുകളായിട്ട് വരാം. അപ്പോൾ അതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റ് കമൻറ്റ് ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ആൻഡ് ടേക്ക് കെയർ.